1 ഗട്ടി പിടിച്ചോ 1 2 നമ്മളിപ്പോൾ കർലാട് ലേക്കിൽ എത്തിയിട്ടുണ്ട്. വയനാട്ടിലാണ്. വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ശേഷം കുറച്ച് ജസ്റ്റ് നടന്നിട്ട് ലേക്കിലേക്കുള്ളൊരു വഴി ലേക്കിലേക്ക് പോവാണ്. നമ്മൾ 11 330 രൂപ എൻട്രി. പിന്നെ നമ്മളൊരു ബാംബൂ റാഫ്റ്റിംഗ് ബോട്ട് എടുത്തിട്ടുണ്ട്, അതിന് 550 രൂപ. 11 പേർക്ക് 50 രൂപ. അപ്പോൾ നമ്മൾ കർലാട് ലേക്കിലെത്തി. ഇവിടെ കാണുന്ന പോലെ കായലിൽ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിൽ തന്നെ ഈ റോപ്പ് വേ ഒക്കെ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ചങ്ങാടത്തിൽ നമ്മൾ 11 ആൾക്കാരുണ്ട്. ചങ്ങാടത്തിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചേക്കാം. എല്ലാവരും ചങ്ങാടം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾക്കാരൊക്കെ. നമ്മളെ ചങ്ങാടം വരുന്നുണ്ട്. ചങ്ങാടം എന്ന് പറഞ്ഞാൽ ബാംബൂ റാഫ്റ്റിംഗ്. നമ്മളൊരു 10-15 പേര് ഇപ്പോൾ ബാംബൂ റാഫ്റ്റിംഗ് ചെയ്യാൻ പോവാം. സേഫ്റ്റി മസ്റ്റായിട്ട് ഇവിടെ നമ്മൾ ജാക്കറ്റ് ഇടണമെന്ന് പറയുന്നത്. വെള്ളത്തിൽ മുങ്ങൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ജാക്കറ്റ് ധരിക്കണം. എല്ലാവരും ജാക്കറ്റ് അണിഞ്ഞ് സുരക്ഷിതമായിട്ടുണ്ട്. നമുക്ക് ചങ്ങാടത്തേക്ക് അറിയാലേ, നമുക്കും വേണമെങ്കിൽ തുഴയാട്ടോ. നമ്മളെ കൂടെയുള്ള സിദ്ധിക്കൊക്കെ തുഴയുന്നു. ഇത് പിന്നെ 200 വർഷങ്ങൾക്ക് മുന്നേ ഉരുള് പൊട്ടിയുണ്ടായ ലേക്കാണ്. ഇത് ആ സൈഡിൽ നിന്ന് ആ മലയുടെ ഭാഗം ഇടിഞ്ഞ് വയലിലേക്ക് വന്നിട്ട് വയലിൽ നികന്ന് അങ്ങനെ ഉണ്ടായ തടാകമാണ്. നാച്ചുറൽ ലേക്കാണ്. 2010 DTPC ബോട്ടിങ് ഫസ്റ്റ് ചെയ്യുന്നത്. 2016 ഇതിനെ വയനാട് അഡ്വഞ്ചർ ക്യാമ്പായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സിപ്പ് ലൈൻ ആ ടവറിൽ നിന്ന് 60 ഫീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ എല്ലാ സ്ഥലത്തും വയനാട് ജില്ലയിലെ എല്ലാ സ്ഥലത്തുമുള്ള സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ 1 വേ സിപ്പ് ലൈൻ മാത്രമാണ്. തിരിച്ച് നടക്കേണ്ടി വരും. ഇവിടെ നമുക്ക് 1 വേ സിപ്പ് ലൈൻ പോയി തിരിച്ച് ബോട്ടിംഗ് അടക്കം ആ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അതിന് ശേഷം നമ്മളെ ബോട്ടിങ് പെഡൽ ബോട്ടെല്ലാം മാറി കയാക്കിങ് ഫൈബറിൻ്റെ ആണ് വന്നിരിക്കുന്നത്. പിന്നെ റാഫ്റ്റ് ചങ്ങാടം. ഇനിയിപ്പോൾ കുറേ പാർക്കിങ്ങിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ ടെൻറ്റ് ഹൗസാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. 5 മഡ് ഹൗസ് ഉണ്ട്, 10 ടെൻറ്റ് ഹൗസ് ഉണ്ട്, ഒരു കോൺഫറൻസ് ഹാളുണ്ട്, പിന്നെ വാൾ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ടിവിറ്റി ഉണ്ട്. അത്രയും സാധനമാണ് ബാക്കി. ആൾക്കാരുണ്ട്. നമുക്ക് ഗസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല നമുക്ക് ഡിസംബർ ഈ വെക്കേഷൻ ടൈമൊക്കെ ആകുമ്പോൾ ഭയങ്കര റഷാണ്.
അല്ലാത്ത നോർമൽ ഡേയ്സിലും ശനി ഞായറൊക്കെയാണ് നല്ല തിരക്കാണ്. നോർമൽ ഡേയ്സിലും ഗസ്റ്റ് ഉണ്ട്. ആൾക്കാർ ഇവിടെ പ്രധാനമായിട്ട് ചങ്ങാട് മുളഞ്ചങ്ങാട് എന്ന് പറഞ്ഞാൽ വലിയ ഫാമിലീസ്, വലിയ ഗ്രൂപ്പ്, സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഇതൊക്കെ വരുമ്പോൾ ചങ്ങാട് ഉപയോഗിക്കാം. പിന്നെ ചെറിയ ഫാമിലി ഒരു 7 പേരൊക്കെ വരികയാണെങ്കിൽ നമുക്ക് റോബോട്ട് ഉണ്ട്, ഫാമിലി ബോട്ട് റോബോട്ട്, സ്റ്റാഫ് തുഴഞ്ഞുകൊണ്ടുപോകും. പിന്നെ 4 സീറ്റ് പെഡലിങ്, 2 സീറ്റർ പെഡലിങ്, 2 സീറ്റിന് തന്നെ കയാക്കിംഗ് ഉണ്ട്. അതിൽ സിംഗിളും വേണേൽ പോവാം. ഇത് ചങ്ങാടത്തിന് മിനിമം 10 ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നിങ്ങൾ 2 ആളാണെങ്കിലും 10 ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ചങ്ങാടം പോവുള്ളൂ. അപ്പം നിങ്ങൾ വലിയ 10 പേര് കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് 50 രൂപയാണ് ഇതിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. പെർ ഹെഡ് 50 രൂപയാണ് ചങ്ങാടത്തിന്. നമുക്കൊരു 25 ആൾ വരെ ചങ്ങാടത്തിൽ പോകും. പിന്നെ കയാക്കിംഗ് ആണ്, 2 പേര് തുഴഞ്ഞു പോകുന്നത്, ആ ബോട്ടാണ് അത്. 2 പേർക്ക് 230 രൂപയാണ്. സെൽഫ് റോയിങ് ആണ്, തുഴയാണ്. പിന്നെ ഉള്ളത് പെഡലിങ് 4 സീറ്ററിന് 350 രൂപയാണ്. അരമണിക്കൂർ സമയം. 4 ആളും 5 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി അതിൽ പോകും. പിന്നെ അതേപോലെ 2 സീറ്ററിലും 2 പേര് 5 വയസ്സ് താഴെയുള്ള ഒരു കുട്ടി 200 രൂപയാണ്. അതും അരമണിക്കൂറാണ്. ഫാമിലി ബോട്ടിൽ 7 സീറ്ററാണ്, 7 ആൾ പോകുന്ന ബോട്ടാണ്. അതിന് അരമണിക്കൂർ ടൈമിംഗ് ആണ്. അരമണിക്കൂർ ടൈമിങ്ങും 500 രൂപ ചാർജും വരും. എൻട്രി ഫീ 30 രൂപയാണ്. ലേക്കിലേക്ക് എൻട്രി ഫീ ആയിട്ട് 30 രൂപയും. സിപ്പ് ലൈനിന് ഒരാൾക്ക് പെർ ഹെഡ് ഒരു 300 രൂപ ചാർജ് വരും. 1 വേ സിപ്പ് ലൈനും തിരിച്ച് നിങ്ങളെ ബോട്ടിൽ അവിടെ ഇറക്കുന്നവരെ. സേഫ്റ്റി കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ ബോട്ടിലും, ചങ്ങാട് അടക്കമുള്ള എല്ലാ ബോട്ടിലും ജാക്കറ്റ്, ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് കമ്പൽസറി ആണ്. നിങ്ങൾ സിപ്പ് ലൈന് പോകുമ്പോൾ നിങ്ങൾക്ക് ഹാർനസ്, ബെൽറ്റ്, അതേപോലെ തന്നെ അതിന് എക്സ്ട്രാ 2 ക്യാരാബൈനർ, അങ്ങനെയുള്ള ഹെൽമെറ്റ്, അങ്ങനെയുള്ള എല്ലാ അതിൻ്റെ സിപ്പ് ലൈനിൻ്റെ എല്ലാ സാധനങ്ങളും എക്യുപ്മെൻറ്റ്സും നിങ്ങളെ നിർബന്ധമായിട്ട് നിങ്ങൾ ധരിക്കണം. അങ്ങനെ കർലാട് ലേക്കിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ മടങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, വിമർശനങ്ങൾ ഒക്കെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.